നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ തുടരന്വേഷണ ആവശ്യം ശക്തം. പുതിയ തെളിവുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി. അന്വേഷണ ആവശ്യം ആവർത്തിച്ച് ശിവഗിരി മഠാധിപതിയും ശാശ്വതീകാനന്ദയുടെ സഹോദരിയും. അന്വേഷണമാകാമെന്ന് PS ശ്രീധരൻപിള്ള. മുസ്ലിം ലീഗിനോടുള്ള സമീപനം മാറിയെന്ന് പിണറായി വിജയൻ. ലീഗ് വർഗീയ പാർട്ടിയെന്ന് CPM വിലയിരുത്തിയിട്ടില്ല. MV രാഘവനെ പുറത്താക്കിയ സാഹചര്യമല്ല ഇപ്പോഴത്തേത്. തോട്ടം തൊഴിലാളി പ്രശ്നത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് LDF. വെള്ളാപ്പള്ളി RSS ബന്ധത്തിന്റെ ഗോഡ് ഫാദർ ഉമ്മൻചാണ്ടി എന്ന് VS. മതവർഗീയതയെ കൂട്ടുപിടിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന് പിണറായി വിജയൻ. ആരെതിർത്താലും ഭൂരിപക്ഷ സമുദായ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് രാജൻ ബാബു നിയമോപദേശം നൽകുന്നത് തെറ്റെന്ന് MM ഹസൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുന്നു. EK നായനാരുടെ മകൾ ഉഷ എറണാകുളത്തും MBRന്റെ മകൾ ഗിരിജ കണ്ണൂരിലും LDF സ്ഥാനാർത്ഥികൾ. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും RSPയുടെ വിമതസ്വരം. കൊല്ലത്ത് സീറ്റ് ലഭിക്കാത്ത യൂത്ത് കോൺഗ്രസുകാരുടെ കൂട്ടരാജി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ കാൺപൂർ ഏകദിനത്തിൽ ഇന്ത്യക്ക് 5 റൺസ് തോൽവി. South Africa win 1-0 in the 5-match series. രോഹിത് ശർമ്മയുടെ സെഞ്ചുറി പാഴായി. ഫുട്ബോൾ ഇതിഹാസം പെലെ ഇന്ത്യയിൽ. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ പുതിയ തെളിവുകൾ ലഭിച്ചാൽ തുടരന്വേഷണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിലവിലെ വെളിപ്പെടുത്തലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. സ്വാമിയുടേത് കൊലപാതകമാണെന്ന നിലപാട് ശിവഗിരി മഠവും സ്വാമിയുടെ സഹോദരിയും ആവർത്തിച്ചു. വെള്ളാപ്പള്ളിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സ്വാമിയുടെ സഹോദരി ആവശ്യപ്പെട്ടു. സ്വാമി ശാശ്വതീകാനന്ദയുടെ ദുരൂഹമരണത്തിൽ തുടരന്വേഷണ ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമായ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് പുതിയ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ ആരംഭിച്ചത്. പുതിയ തെളിവുകൾ ലഭിച്ചാൽ CRPC 173 അനുസരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ പുതിയതായ തെളിവുകൾ ഉണ്ടാകണം. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. പരിശോധിച്ച ശേഷം അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒരു തീരുമാനം എടുക്കണം ഇക്കാര്യത്തിൽ. സ്വാമിയുടെ മരണം കൊലപാതകമാണെന്ന നിലപാട് ശിവഗിരി മഠവും ആവർത്തിച്ചു. മുങ്ങിമരണമായിരുന്നെങ്കിൽ മൃതദേഹം സ്ഥലത്തു നിന്നും ഒഴുകി നീങ്ങിയേനെ. പുഴയോട് ചേർന്ന കൽക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലയിൽ മുറിപ്പാടുണ്ടായിരുന്നു. നന്നായി നീന്തലറിയാവുന്ന സ്വാമി മുങ്ങിമരിക്കുമെന്ന് കരുതുന്നില്ലെന്നും മഠാധിപതി സ്വാമി പ്രകാശാനന്ദ പറഞ്ഞു. മതിലരിയിൽ കെട്ടി എൻ്റെ ബാക്കി കരിങ്കൽ കിടന്നതിൻ്റെ ഇടയിൽ നിന്നാണ് ശവം എടുത്തതെന്ന് പറഞ്ഞത്. ആ സ്ഥലം കണ്ടപ്പം ആ കല്ലിൻ്റെ ഇടയിൽ അത് വരാൻ ഒരു ന്യായമില്ലെന്ന് എനിക്ക് തോന്നി. സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ശാശ്വതീകാനന്ദയുടെ സഹോദരി ശാന്തകുമാരി ആവശ്യപ്പെട്ടു. വാടക കൊലയാളിയായ പ്രിയനെ മരണദിവസം ആലുവയിലെത്തിച്ചതായി തനിക്ക് വിവരം ലഭിച്ചിരുന്നുവെന്നും ശാന്തകുമാരി പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തെക്കുറിച്ച് തുടരന്വേഷണം വേണമെന്ന നിലപാടുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. തെളിവുകളുള്ളവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമെന്നും ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും പുതിയ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് തുടരന്വേഷണമാകാമെന്ന നിലപാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള മുന്നോട്ട് വയ്ക്കുന്നത്. CBI അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. അതിനാൽ തന്നെ അന്വേഷണമാകാം. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം വേണം. ഇപ്പോൾ ഒരു ക്രിമിനൽ സംവിധാനത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളുമുണ്ടാകും, ആക്ഷേപത്തിന് വിധേയരാകുന്നവരും ഉണ്ടാകും. ആക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നിയമാനുസൃതമായ അന്വേഷണം വേണമെന്ന ഉള്ള വാദഗതികളും ഉണ്ടാകും. ഈ 3 വാദഗതികളും ഇക്കാര്യത്തിൽ യോജിച്ചിരിക്കുകയാണ്. അതേസമയം ആരോപണങ്ങൾ ഉയർന്നുവന്ന സമയം ദുരൂഹമാണ്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരേണ്ടത് രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെ വേണമെന്ന് കൂടി ശ്രീധരൻപിള്ള പറഞ്ഞു വയ്ക്കുന്നു. അത്തരം ആരോപണങ്ങൾ ദുരുദ്ദേശമുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ സംശയത്തിൽ ഞാൻ അത് രാഷ്ട്രീയ ദുരുദ്ദേശം ഇല്ലാതെ ആണ് ഇത്തരം കാര്യങ്ങളെ ഉയർന്നു വരേണ്ടത്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനും തുടരന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. അതുമായെല്ലാം നേരിട്ട് അറിയാവുന്നവർ പരസ്യമായി പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ സമഗ്രമായ പുനരന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. റിപ്പോർട്ടർ, കോഴിക്കോട്. ബിജു രമേശ്, ശാശ്വതീകാനന്ദ സ്വാമിയുടെ സഹോദരി ശാന്ത, PS ശ്രീധരൻപിള്ള, BJP നേതാവ് സന്തോഷ് കുമാർ, SNDP യോഗം പ്രതിനിധി ബിജു പപ്പൻ എന്നിവരാണ് വ്യത്യസ്ത സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, BJP ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായ നിലപാടുമായിട്ടാണോ മുന്നോട്ട് പോകുന്നത്? ശാശ്വതീകാനന്ദ സ്വാമിയുടെ ദേഹവിയോഗം അത് സംബന്ധിച്ച് അസ്വാഭാവികതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണോ BJP?
നികേഷ്, നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം, കാരണം പുതിയ തെളിവുകൾ വന്നാൽ, ഇതിൽ പുതിയ തെളിവ് വന്നു എന്ന് ഞാൻ പറയുന്നില്ല, പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ 173(8) പ്രകാരം അത് പുനരന്വേഷിക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഇനി അത് വ്യക്തികൾക്ക് കൊടുക്കണമെങ്കിൽ അതിനും നമ്മുടെ നിയമത്തിൽ സംവിധാനമുണ്ട്. അപ്പോൾ ഇതൊരു ആരോപണമായിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന അവസരത്തിൽ അതാണോ എന്നുള്ളതാണ്. അത് ഇന്ന് SNDP യോഗം തന്നെ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് അവർ പറയുന്നു. ഈ ഒരു സാഹചര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങളത് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഞാൻ അതിന് എതിരൊന്നുമില്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളാണ്. വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, അതിൻ്റെ വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കേണ്ടതില്ല, BJPക്ക് പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല എന്ന് വി മുരളീധരൻ പറയുന്നു. താങ്കൾ പറയുന്നു CBI തന്നെ അന്വേഷിക്കട്ടെ, തെളിവുകൾ ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ, അതിനെ SNDP യോഗം തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ. BJPക്ക് മടുത്തോ SNDP യോഗത്തെ ഇത്ര പെട്ടെന്ന്? എന്താ നികേഷ്, നികേഷിൻ്റെ ഈ ചോദ്യത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം എനിക്കറിയാം. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പുതിയ കാരണം നമുക്കറിയില്ല, നയനാർ പോലും രാഷ്ട്രീയ പരീക്ഷണശാല, കാരണം കേരള മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയാണ്. ആ പരീക്ഷണശാലയിൽ എന്നൊക്കെ ഒരു മൂന്നാം ശക്തി ഉയർന്നു വന്നിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ശക്തികൾ UDF LDFും ചേർന്ന് ഒന്ന് വീണാൽ മറ്റൊരു താങ്ങി നിർത്തും, LDF വീണാൽ UDF ഓടി പൊക്കി നിർത്തും. ഈ വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതിന് ഏറ്റവും നല്ല ഒരാളായിട്ട് വെള്ളാപ്പള്ളി നടേശനും സർവാത്മന മുന്നോട്ട് വന്നു. അതിനെ BJP സ്വാഗതം ചെയ്യുന്നു. ധാരണകളൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ധാരണകളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2004 ഇത് ഒരിക്കലുണ്ടായതാണ്. ഈ രണ്ടു കൂട്ടരും ചേർന്ന് തകർത്തു. 12.11% വോട്ടും കിട്ടി, ഒരു സ്ഥലത്ത് ജയിച്ചു. ഇതിനെയൊക്കെ മാറ്റാം, 5 അസംബ്ലി മണ്ഡലത്തിൽ 1ാം സ്ഥാനത്ത് ഞങ്ങൾ എത്തി. ഇതൊക്കെ വന്നപ്പോൾ അന്ന് തകർത്തു. ഇനി തകർക്കാൻ സാധിക്കില്ല. ഏത് മീഡിയ ശ്രമിച്ചാലും ഈ മൂന്നാം ശക്തി സാധ്യതപ്രായമാകും. ഈ രണ്ട് മുന്നണികളെ മാറ്റും. ആ രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ഒരു ബലിയാടാക്കാൻ ശ്രമിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ ഗതി കണ്ടില്ലേ, നാളെ വേറെ ആരും ഇങ്ങോട്ട് വരണ്ട മൂന്നാം ശക്തിയിലേക്ക്. ഇത് സംഘടിതമായ നല്ല കേഡറുള്ള, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കേഡറുള്ള കേരളത്തിലെ പ്രബലമായ കക്ഷി. BJPയെ കുറിച്ചുള്ള ബാക്കി ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാം. ശ്രീ PS ശ്രീധരൻപിള്ള, ഇപ്പോൾ എന്തായാലും ശാശ്വതീകാനന്ദ സ്വാമിയുടെ സഹോദരി ശാന്തയൊക്കെ ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഞാൻ പിന്നീട് വരാം, നമുക്ക് വിശദമായി ചർച്ച ചെയ്യണം ഈ വിഷയം ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിൽ. ശ്രീമതി ശാന്ത, ശിവഗിരി മഠവും ഇപ്പോൾ സ്വാമി ശാശ്വതീകാനന്ദയുടെ കുടുംബവും ഇക്കാര്യത്തിലൊരു പുനരന്വേഷണം ആവശ്യമാണ് എന്ന നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും സർക്കാരിന് മുഖം തിരിക്കാനാവില്ല. ഒന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ, എന്തുകൊണ്ടാണ് ശാശ്വതീകാനന്ദ സ്വാമിയുടെ സമാധി കൊലപാതകമാണ് എന്നിപ്പോൾ കുടുംബത്തിന് തോന്നുന്നത്? സ്വാമികളുടെ സമാധിയല്ല, അന്ന് മരിച്ച അപ്പോഴും മുതൽ തന്നെ ഞങ്ങൾ അത് സമാധിയല്ലെന്ന് ദുരൂഹതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോഴല്ല ഞങ്ങൾ പറയാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഞങ്ങൾ കേസും ഹൈക്കോടതിയിൽ ഗവൺമെൻറ്റിന് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയാണ്. പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് കേസ് ക്ലോസ് ചെയ്തു എന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇത് സംഭവിക്കുന്നത് 2002 ശ്രീമതി ശാന്ത. ഇത്രയും കാലം 2002 ജൂലൈ 1 കൃത്യമായി പറഞ്ഞാൽ പെരിയാർ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇത്രയും കാലം എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ കാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു സമഗ്രാന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല കുടുംബാംഗങ്ങൾക്ക്? ശിവഗിരി മഠം എന്ന് പറയുന്നത് കേരളത്തിലൊരു പവർ സെൻ്ററാണ്. അവിടെയുള്ള ഏറ്റവും ശാശ്വതീകാനന്ദ സ്വാമി എന്ന് പറയുന്നത് അവിടുത്തെ ദൈവം പോലത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു ആളുടെ നിര്യാണത്തിൽ ശരിയാണ്, കുടുംബത്തിന് സ്വാമികളായതിനു ശേഷം സ്വാഭാവികമായും കുടുംബവുമായി വേർപെട്ടൊക്കെയാണല്ലോ ശാശ്വതീകാനന്ദ സ്വാമികൾ കഴിഞ്ഞിട്ടുണ്ടാവുക. ശിവഗിരി മഠം അത്രയും ശക്തമായ ഒരു സംവിധാനത്തിന് എന്തുകൊണ്ട് ഈ അന്വേഷണത്തിൽ കാര്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല? മഠത്തിലെ കാര്യം മഠത്തിലുള്ളവർക്കേ അറിയൂ. പിന്നെ കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ അന്ന് മുതൽ ഇതിൻ്റെ ദുരൂഹത മാറിക്കിട്ടണം എന്ന് ഗവൺമെൻറ്റിനോടും പിന്നെ അത് കഴിഞ്ഞ് കോടതിയോടും, അത് കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്ന് അവിടെ
മാറി മാറി വരുന്ന SP-മാരോടും അതിൻ്റെ പിന്നാലെ ആയിരുന്നു ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ഒരു സാധാരണ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പാവപ്പെട്ട കുടുംബത്തിലെ അപ്പം ഞങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് വന്നത്. തീർച്ചയായും ഞങ്ങൾ പാവപ്പെട്ട കുടുംബം തന്നെയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ശിവഗിരി മഠം ഒരു അധികാര കേന്ദ്രമായിട്ടും എന്തുകൊണ്ട് ശിവഗിരി മഠത്തിന് ഇന്നിപ്പോ സ്വാമി പ്രകാശാനന്ദ പറയുന്ന വാക്കുകൾ ശ്രീ ബിജു രമേശ്, സ്വാമി പ്രകാശാനന്ദ പ്രായമേറെയുള്ള സ്വാമിയാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് വ്യക്തമായി അന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഓർമ്മയുണ്ട്. അദ്ദേഹം പറയുന്നത് 2002 ജൂലൈ 1 പെരിയാർ പുഴയിൽ മുങ്ങി മരിച്ചതായി കണ്ടത്. ഞാൻ അവിടെ ചെല്ലുന്നു. തലയിൽ റൗണ്ടായി ഒരു അടയാളം ഉണ്ടായിരുന്നു. അവിടെ പോയ ആൾ എങ്ങനെയാണ് മരിക്കുന്നത്? മുങ്ങി മരിച്ച ആൾ വെള്ളത്തിൽ താഴ്ന്നു പോവുകയോ ഒലിച്ചു പോവുകയോ ചെയ്യേണ്ടതാണ്. മൃതദേഹം എവിടെ നിന്നാണ് എടുത്തത് എന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു. ആലുവ ക്ഷേത്രത്തിൻ്റെ കരിങ്കല്ല് കെട്ടിപ്പൊക്കിയ പാറകൾ കിടന്നിരുന്നു. ആ പാറകൾക്കിടയിൽ നിന്നാണ് ശവം കിട്ടിയത്. പാറയുടെ ഇടയിൽ നിന്നാണ് ശവം കിട്ടിയത്. വെള്ളം കുടിച്ച് മരിച്ചതാണ് എങ്കിൽ ഒഴുകിപ്പോകണം. കരിങ്കൽ കൂട്ടത്തിനിടയിൽ നിന്നാണ് ശവം കണ്ടത് എന്ന് പറഞ്ഞാൽ സ്ഥലം കണ്ടപ്പോൾ കല്ലിനടിയിൽ വരാൻ ഒരു സാഹചര്യവും ഇല്ല എന്ന് എനിക്ക് വ്യക്തമായി തോന്നി. സ്വാമി പ്രകാശാനന്ദ പറയുകയാണ്. ഈ സ്വാമി തന്നെയാണ്, പ്രകാശാനന്ദ സ്വാമി തന്നെയാണ് പിന്നീട് ശിവഗിരി മഠത്തിൻ്റെ ഭരണാധികാരികളിൽ പ്രധാനിയായി നിലകൊണ്ടത്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് ശിവഗിരി മഠത്തിന് തോന്നിയിട്ടും ശിവഗിരി മഠം അന്വേഷണവുമായി മുന്നോട്ട് പോകാതിരുന്നത്? അന്വേഷണത്തിൽ തൃപ്തിയില്ല എങ്കിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുനരന്വേഷണത്തിന് ആവശ്യപ്പെടാതിരുന്നത്? ഒരു ബാറുടമ ബിജു രമേശ് പറയേണ്ടി വന്നോ? എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് ശ്രീ ബിജു രമേശ്? ശിവഗിരി മഠം എന്താണ് അന്വേഷണത്തെക്കുറിച്ച് പറയാറുന്നത് എനിക്കറിയില്ല. പ്രകാശാനന്ദ സ്വാമി എന്ന് പറയുന്ന ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതിയാണ്. ഗുരുദേവൻ ഇരുന്ന കസേരയിൽ ഞങ്ങളൊക്കെ ഗുരുതുല്യനായി കാണുന്ന വ്യക്തിയാണ് ശ്രീ പ്രകാശാനന്ദ സ്വാമികൾ. 96 വയസ്സായി. അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ളൊരു സന്യാസി ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ചാനലിൽ വന്നപ്പോൾ തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സ്വാമിയുടെ ബോഡി കരയ്ക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ പടിയിൽ രക്തം തളം കെട്ടി കിടക്കുകയും ഈ ചെവിരിൽ ഒരു കൈപ്പത്തിയിൽ രക്തം കൊണ്ട് പിടിച്ചിരിക്കുന്ന പാടുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ രക്തം പിന്നീട് പരിശോധിച്ചപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് അനുസരിച്ച് ശാശ്വതികാനന്ദ സ്വാമിയുടെ രക്തമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പം ഈ കുളിക്കാൻ പോയ ആൾ, മുങ്ങിപ്പോയ ആളിൻ്റെ രക്തം ബോഡി എടുക്കുന്നതിന് മുമ്പ് തന്നെ കരയിൽ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു പടിയിൽ. അതേപോലെ തന്നെ സ്വാമിയുടെ തലയിൽ അടിച്ച് താഴ്ത്തിയ രീതിയിൽ ഒരു ഏകദേശം താഴ്ന്ന രീതിയിൽ ഒരു പാട് അത് കഴുകി കൊണ്ടുവന്നപ്പോഴും ഇവിടെ കൊണ്ടുവരുമ്പോഴൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പലരും കണ്ടതാണ്, താന്നിട്ടുണ്ടായിരുന്നു. അത് എന്തോ ആയുധം കൊണ്ടോ എന്തുകൊണ്ടോ അടിച്ച് സ്വാമിയെ തലയിൽ ഇത് ചെയ്തതാണ്. തല പുറകുവശവും പൊട്ടിയിട്ടുണ്ടായിരുന്നു, മുൻവശത്തും താഴ്ന്ന രീതിയിലുള്ള പാടുണ്ടായിരുന്നു. അതാണ് പ്രകാശാനന്ദ സ്വാമി. അത് കുളിക്കാൻ ഇറങ്ങിയാൽ ഒരാളുടെ തലയുടെ പുറകുവശം. സ്വാമി പ്രകാശാനന്ദ പറയുന്നു തലയുടെ ഒരു ഭാഗത്ത് റൗണ്ടിൽ വൃത്തത്തിൽ വലിയ തോതിലുള്ള ഒരു പാടുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ മൃതദേഹം സന്തോഷവാനായിരുന്നു എന്നും പ്രകാശാനന്ദ പറയുന്നുണ്ട്. പക്ഷെ പ്രകാശാനന്ദയുടെ സംശയം പാറക്കെട്ടിനിടയിലാണ് മൃതദേഹം കണ്ടത് എന്നാണ്. സാധാരണഗതിയിൽ ചുഴിയിൽപ്പെട്ട് മുങ്ങി മരിക്കുന്നവർ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ഒലിച്ചു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ സ്ഥലത്തിന് അപ്പുറത്തൊരു പ്രദേശത്തായി വെച്ചായിരിക്കും കിട്ടുക എന്ന സാമാന്യ വിവരം വെച്ചാണ് പ്രകാശാനന്ദ ആ പാറക്കെട്ടിന് ഇടയിലാണ് സ്വാമി കിടന്നത് എന്ന് പറയുമ്പോൾ അതെനിക്ക് അവിശ്വാസമായി തോന്നിയെന്ന്. പിന്നീട് മറ്റൊരു കാര്യം കൂടി ഇവിടെ വെളിപ്പെടുത്തലായി വന്നിട്ടുണ്ട്. സ്വാമിയെ പുറത്തേക്കെടുത്ത സമയത്ത് സ്വാമിയുടെ വയറ്റിൽ അമർത്തി നോക്കിയപ്പോൾ വെള്ളം പുറത്തേക്ക് വന്നില്ല. പകരം അദ്ദേഹം രാവിലെ കഴിച്ച പാലിൻ്റെയും ഓട്സിൻ്റെയും അംശങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചല്ല മരിച്ചത് എന്ന് പറയുന്നവർ പോലുമുണ്ട്. നിങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് പോലീസോ അല്ലെങ്കിൽ ശിവഗിരി മഠാധികാരികളോ വിവരങ്ങൾ നൽകിയിട്ടുണ്ടാവുമല്ലോ. എന്താണ് ആ വിവരങ്ങൾ? ഇല്ല, സ്വാമിയെ പുറത്തെടുത്തിട്ട് ശ്രീമതി ശാന്തയോടാണ് എൻ്റെ ചോദ്യം. വിശദമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പറയൂ ശ്രീമതി ശാന്ത. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല.
അവരെ അന്വേഷണം നടത്തി തെളിവില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. അല്ലാതെ വിശദമായിട്ട് ഇതുപോലെ വിശദമായിട്ട് വിശദീകരിച്ചൊന്നും ഞങ്ങളോട് അവർ പറഞ്ഞിട്ടില്ല. പ്രകാശാനന്ദ പറഞ്ഞതുപോലെ തലയിൽ വൃത്തത്തിലൊരു പാടുള്ളതായി അറിയാമായിരുന്നോ? അവിടെ കൽപ്പടവിൽ ചോരപ്പാടുള്ളതായി അറിയാമായിരുന്നോ? പിടിച്ച് നടന്നതിന്റെ കൈപ്പാടുകൾ, ചോര കലർന്ന കൈപ്പാടുകൾ അവിടെ ഉണ്ടായിരുന്നു. അണ്ണൻ മരിച്ചു എന്ന് അറിഞ്ഞ് ആദ്യം ചാനലിൽ വന്ന ദൃശ്യമാണ് എൻ്റെ മനസ്സിൽ ഇന്നും നിൽക്കുന്നത്. ആ ദൃശ്യം കൽപ്പടവിൽ ബ്ലഡ് കിടപ്പുണ്ട്. അവിടെ പിന്നെ ചുവരിൽ കൽപ്പടവിൻ്റെ മതിലിൽ കൈ കൊണ്ട് ബ്ലഡ് പറ്റിയ കൈ കൊണ്ട് പിടിച്ച പാടുകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത്രയും അപ്പോൾ അണ്ണൻ ആരോ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു. അപ്പോഴത്തന്നെ നമ്മുടെ മനസ്സിൽ അത് എനിക്കെന്നല്ല ആർക്ക് കണ്ടാലും അത് വ്യക്തമാവുന്ന ഒരു കാര്യമാണ്. ഒരു വെള്ളത്തിൽ വീഴുന്ന ഒരാളിനെ ഇങ്ങനെ ഇത്രയും മുറിവും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബോഡി കാണിക്കുമ്പം ഈ മുറിവിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കും അപ്പോഴും. അപ്പോൾ വേറെ ഒരാൾ നിന്ന് ഒരു തുണി വെച്ചിങ്ങനെ പിടിക്കുന്നു, തുടയ്ക്കുന്നു, എന്നിട്ടൊക്കെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുക. അത് അത്രയും ആ ഒരു പടവിൽ പടിക്കെട്ടിലൊക്കെ കിടന്ന ബ്ലഡും ഈ ചുവരിലുള്ള ഈ കൈ പിടിച്ച പാടും പിന്നെ ഒരിക്കലും പിന്നെ അപ്പോഴും തന്നെ ആ ഒരു സമയത്ത് മാത്രമേ അത് കണ്ടുള്ളൂ. പിന്നെ അത് കണ്ടിട്ടേ ഇല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ തുഴ കൊണ്ട് കുത്തി നോക്കിയിട്ടാണ് ആളെ കിട്ടിയത്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതല്ല അത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനോട് മറ്റാരോ പറഞ്ഞത് ഈ തുഴ കൊണ്ട് കുത്തിയപ്പോഴാണ് ഈ പറയുന്ന തലയിലെ പാടുണ്ടായത്, രക്തം പൊടിഞ്ഞത് എന്നാണ്. രക്തം പൊടിഞ്ഞതല്ല, രക്തം വാർന്ന് വളരെ ശക്തിയോടെ ബ്ലഡ് വരുന്നത് ഞങ്ങൾ ശരിക്കും കണ്ടതാ. പിന്നെ ചാനലിലൂടെ ശരിക്കും കണ്ടതാ. ബ്ലഡ് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നു, ഇങ്ങനെ തുടയ്ക്കുന്നു, അമർത്തി പിടിക്കുന്നു എന്നൊക്കെ. എന്നിട്ട് അത് ബ്ലഡ് നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത്രയും വ്യക്തമായി കണ്ട കാര്യമാണ്. പിന്നെ ഈ മതിലിൽ ഈ കൈ അണ്ണൻ്റെ കൈ ആയിരിക്കും. അണ്ണൻ ഇങ്ങനെ എന്തോ സംഭവിച്ചു, ആ ബ്ലഡ് അണ്ണൻ തലയിൽ കൈ കൊണ്ട് അമർത്തിയിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ മതിലെ തപ്പി തടഞ്ഞ് നടക്കാൻ എന്തോ ശ്രമിച്ചതാ. ആ പാടുകൾ ആ മതിലിലുണ്ടായിരുന്നു, ആ കൈയുടെ ബ്ലഡ് പറ്റിയ പാടുകൾ. ഇവിടെ ശ്രീ ബിജു രമേശ്, എന്തായാലും വെള്ളത്തിൽ മുങ്ങിയല്ല മരിച്ചത് എന്ന് തോന്നിപ്പിക്കാവുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. ആരാണ് ഈ കൊലപാതകമാണെങ്കിൽ കൊലപാതകത്തിന് പിന്നിൽ? ഒന്ന്. രണ്ട്, ഇനി കൊലപാതകം തന്നെയാണോ? മറ്റൊരു വാദം ശിവഗിരി മഠത്തിലെ ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. ശാശ്വതീകാനന്ദ സ്വാമികൾക്ക് അദ്ദേഹത്തിൻ്റെ സമാധിയെക്കുറിച്ച് അറിയാമായിരുന്നു, അദ്ദേഹം അതുമായി സഹകരിച്ചതാണ് എന്ന്. അതിനെന്താണ് അർത്ഥം എന്നൊന്നും ചോദിക്കരുത്. അതൊക്കെ അത്രേ അർത്ഥമുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നിലയിൽ കൂടി കണ്ടുകൂടെ കാര്യങ്ങളെ? സ്വാമി സമാധി ഇരിക്കാൻ പോകുന്നെങ്കിൽ സാറിന് എൻ്റെ സമയം തീരുകയാണ്, ഞാൻ സമാധിയിലേക്ക് പോകുന്നെങ്കിൽ ആ രീതിക്കാണല്ലോ സന്യാസിമാർ പോകുന്നത്. ഇത് 2 മണിക്ക് സ്വാമി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അടുത്ത പോകാനായിട്ട് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി ഡിസ്കഷൻ വയ്ക്കാം. ആ പോകുന്ന സമയത്തൊക്കെ വളരെ ശക്തമായ രീതിയിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കാൻ പലരെയും ഫോണിൽ വിളിച്ചിട്ട് ആലുവയിലേക്ക് വരാൻ പറയുന്നു. വളരെ നമുക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, വളരെ സീരിയസ് ആയിട്ട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്, അങ്ങോട്ട് വരണം. 2 മണിക്ക് പല സമയത്തും പലർക്കും സ്വാമി അപ്പോയിൻമെൻറ്റുകൾ കൊടുക്കുന്നു. അപ്പോൾ ഒരാൾ അങ്ങനെ ഒരു മാനസികമായി പൂർണ്ണ ഇതിലേക്ക് പോകുന്ന ഒരാൾ അങ്ങനെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനായി എല്ലാം വിട്ടു ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ആ ഒരു അവസ്ഥ സ്വാമി ഇല്ലായിരുന്നു എന്നുള്ള വളരെ വ്യക്തമാണ്. കാര്യം സ്വാമി ആദ്യം കുളിക്കാനായിട്ട് ബാത്റൂമിൽ പോകുന്നു. ആ ബാത്റൂമിൽ എന്താ വൃത്തികേടായി കിടക്കുന്നു എന്ന് പറഞ്ഞ് സ്വാമി നിർബന്ധിച്ച് വിളിച്ചിട്ട് ആ കുളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വാമിയുടെ കൂടെ സന്തത സഹചാരിയും നിഴലുമായിരുന്ന സാബുവാണ് കുളക്കടവിൽ ഉണ്ടായിരുന്നത്. ആ സാബു മരണം കഴിഞ്ഞ് അരമണി അല്ലെങ്കിൽ എപ്പോഴും സ്വാമിയുടെ ബാഗുമായി എപ്പോഴും നിഴലായി കാണുന്ന സാബു അത് കഴിക്കുമ്പോൾ സാബുവിനെ കാണുന്നില്ല. വിദ്യാസാഗർ അഡ്വക്കേറ്റ് പോലും വന്നിട്ട് അന്വേഷിക്കുന്നു സാബു എവിടെ എന്ന് വെച്ചാൽ സാബുവിനോട് ചോദിച്ചാൽ വിവരം അറിയാമല്ലോ എന്ന് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. സാബു വർക്കലയ്ക്ക് പോയി എന്നാണ് പറയുന്നത്. സ്വാമിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം പോലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാബു അവിടെ നിന്ന് അപ്രത്യക്ഷനായി.
അതേ സാബു പിന്നീട് സാബുവിനെ ക്രൈംബ്രാഞ്ച് നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഹൈക്കോടതി അനുവദിക്കുന്നു. അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു സാബു. സുപ്രീം കോടതിയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു സിറ്റിങ്ങിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കുന്ന അഡ്വക്കേറ്റിനെ വെച്ചിട്ടാണ് സാബുവിന് വേണ്ടി കേസ് നടത്തിയത്. ആ കേസിൽ സുപ്രീം കോടതി ഇതിലാണ് വിധിയുടെ അടിസ്ഥാനത്തിലാണ് സാബുവിനെ നുണ പരിശോധന ഒഴിവാക്കി കിട്ടുന്നത്. അപ്പോൾ ഈ സ്വാമി ആരെങ്കിലും വരുന്നവരിൽ നിന്ന് 500 രൂപ 200 രൂപയ്ക്ക് മേടിച്ച് സാബുവിന് കൊടുക്കുന്ന ആ 500 രൂപയ്ക്ക് പോലും ഒരു സമയത്ത് എടുക്കാൻ കഴിയില്ലാത്ത സാബുവിന് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ പോകാനും കേസിന് ഫീസ് കൊടുക്കാനും ഒക്കെ ആരാ കൊടുത്തത്? അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരോ വലിയൊരു ഈ കൊലയാളിയുടെ പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ള വസ്തുത തെളിയുന്ന ഒരു കാര്യം കൂടെയല്ലേ? ശ്രീ ബിജു പോപ്പൻ, സൂക്ഷ്മാനന്ദ സ്വാമിയുടെയും ശാശ്വതീകാനന്ദ സ്വാമിയുടെയും അടുപ്പക്കാരനായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. ഒപ്പം തന്നെ അവിടുത്തെ യുവജന സംഘത്തിൻ്റെ നേതാവുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ശ്രീ ബിജു രമേശ് ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, സാബു, 2-3 പേരുകൾ കൂടി വേറെയുണ്ട്. പ്രിയൻ, വണ്ടി ഓടിച്ച സുഭാഷ്, ഇവരെ ഒന്നും കാണാനില്ല. സാബു ഇന്ന് ക്യാമറ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു എന്നാണ് ടെലിവിഷൻ മാധ്യമങ്ങൾ പറയുന്നത്. പ്രിയൻ വീട്ടിനകത്ത് ഒളിച്ചിരിപ്പാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. വണ്ടി ഓടിച്ച സുഭാഷ് എവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല. എന്തിനാണ് ഇത്ര ദുരൂഹത? ഇതിലൊരു ഒന്നും ഒളിച്ചു വെക്കാനില്ല എങ്കിൽ ശ്രീ ബിജു പോപ്പൻ. സ്വാമിജി സമാധിയായിട്ട് 13 വർഷം കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ബ്രഹ്മശ്രീ ശാശ്വതീകാനന്ദ സ്വാമികളോടൊപ്പം ശിവഗിരി മഠത്തിൽ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റിട്ട് 20 വർഷം തികയുന്ന ദിവസമാണ്. 1995 ഒക്ടോബർ 11 ശിവഗിരി മഠവും അനുബന്ധ സ്ഥാപനങ്ങളും മതഫാസിസ്റ്റുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ക്രൂരമായി മർദ്ദനമേറ്റുവാങ്ങിയത്. അത് കഴിഞ്ഞ് 6 വർഷക്കാലം സ്വാമിജി രാത്രിയും പകലുമുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് 2001 ഒക്ടോബർ 11 തിരിച്ച് ശിവഗിരി മഠത്തിൽ അധികാരത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിയുമ്പോഴാണ് സ്വാമിജി സമാധിയാവുന്നത്. സ്വാമിജി സമാധിയാകുന്ന സമയത്ത് സ്വാമിജിയുടെ ഒപ്പമുണ്ടായിരുന്ന സാബുവിന് ഈ സംരക്ഷണം കൊടുക്കുന്നത് ആരാണ്? ഈ സാബുവിനെ സഹായിക്കുന്ന ആരാണ്? ഈ സാബുവിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന, സാബുവിനെ ചോദ്യം ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ താക്കീതുണ്ട്. സാബുവിൻ്റെ അടുത്ത് വളരെ മാന്യമായി മാത്രമേ സംസാരിക്കാവൂ. സാബുവിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. എഴുതി കൊടുത്താൽ സാബു എഴുതി മറുപടി തരും. സാബുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ പോയി, അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി. സാബു ഇന്ന് വർക്കല ഒരു ഹോട്ടലിൻ്റെ മുഴുവൻ ചാർജ് വഹിക്കുകയാണ്. ആരാണ് ഈ സാബുവിനെ സഹായിക്കുന്നത്? സാബുവിന് മാത്രമല്ലേ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അറിയാവൂ. സ്വാമിജിയുടെ ദേഹത്ത് മുറിവ് പറ്റിയെങ്കിൽ, സ്വാമിജി വള്ളത്തിൽ കയറ്റുന്ന സമയത്ത് തല വള്ളത്തിൽ തട്ടിയെന്നാണ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. കരയിൽ അടുപ്പിക്കുന്ന സമയത്ത് കാലും തീർത്ഥർ സ്വാമിയുടെ കാല് പാറയുടെയും വള്ളത്തിൻ്റെയും ഇടയിലായി പറ്റിയ മുറിവിലുള്ള രക്തമാണെന്നാണ് അതിൻ്റെ പിറ്റേ ദിവസം അവിടെയുള്ളവർ പറഞ്ഞത്. ഞങ്ങൾ 27 പേര്, ഞങ്ങളെ സംഘടനയുടെ 27 പേര് സ്വാമിജിയുടെ സമാധിയുടെ പിറ്റേ ദിവസം തന്നെ ആലുവയിലെത്തി. ആലുവയിൽ ആരാണ് സ്വാമിജിക്ക് ഭക്ഷണം കൊടുത്തത്? സ്വാമിജിയുടെ ബാത്റൂം ഞങ്ങൾ കയറി പരിശോധിച്ചു. വെള്ള ടൈലൊട്ടിച്ച ബാത്റൂമാണ്, സ്വാമിജി മാത്രം ഉപയോഗിക്കുന്ന റൂമാണ്. വൃത്തിഹീനമായതുകൊണ്ടല്ല സ്വാമിജി പോയത്. സ്വാമിജി 8 വർഷമായി ആലുവ പുഴയിൽ ഇറങ്ങി കുളിച്ചിട്ട് സ്വാമിജി പെട്ടെന്ന് പറയുകയാണ്, ഞാൻ ആലുവ പുഴയിലേക്ക് പോവുകയാണ്, ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോൾ സ്വാമിജിയുടെ കൂടെ ഏത് സമയവും സ്വാമിജിയുടെ കൂടെ 25-30 ആളുകൾ നിൽക്കുന്നത്, അവരെല്ലാം മാറി ഒരു ഉദ്ഘാടനമെന്ന് പറഞ്ഞ് പോവുകയും സാബുവിനെ മാത്രം സ്വാമിജിയുടെ ഒപ്പം വിട്ടു. സ്വാമിജി മുങ്ങിയിട്ട് തിരിച്ച് പൊങ്ങുന്നില്ല എന്ന് സാബു വിളിക്കുമ്പോൾ മാത്രമാണ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സാബു തന്നെ പറയുകയാണ്, സ്വാമിജി ഒഴുകിപ്പോയി. സ്വാമിജി ഒഴുകിപ്പോയെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്വാമിജിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ചാടിയവരെല്ലാം ഒഴുകി പല ഭാഗത്തോട്ട് അവർ നീന്തിപ്പോയി. സ്വാമിജി ഈ മുങ്ങിയ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്വാമിജിയെ കരയെ കയറ്റി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാബുവിനെ അവിടെ നിന്ന് മാറ്റുകയാണ്. ആരാണ് ഇതിനു വേണ്ടി അത്രയും ശ്രദ്ധയോടുകൂടി സാബുവിനെ അവിടെ നിന്ന് മാറ്റിയത്? ഈ വിഷയങ്ങളാണ് അന്വേഷിക്കേണ്ടത്. സ്വാമിജിയുടെ സമാധി കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ഗുണമുണ്ടായി, കൺക്ലൂഷനിലാണ് എത്തിയത്? ഏറ്റവും കുറഞ്ഞതൊരു കൊലപാതകമാണ് എന്ന ഒരു അസസ്മെന്റിൽ ബിജു അടക്കമുള്ളവർ എത്തിയിരുന്നോ? സ്വാമിജിയുടെ ഒപ്പം നിന്നവർ, സ്വാമിജിയുടെ ഒപ്പമുണ്ടായിരുന്ന സന്യാസിമാർ,
സമ്പൂർണവും സ്വരൂപവും പവിത്രാനന്ദയെ പോലുള്ള സന്യാസിമാരൊഴികെ ബാക്കിയുള്ള സന്യാസിമാരെല്ലാം ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന സന്യാസിമാരുമായി രഹസ്യധാരണയുള്ളവരാണ്. അവർ കഴിഞ്ഞ 9 വർഷമായി ഒന്നിച്ചാണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാമിജിയെ ഒഴിവാക്കിയാൽ ആർക്കൊക്കെ നേട്ടമെന്നുള്ള ശിവഗിരി ഭരണവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. അവിടുത്തെ വേദികൾ നോക്കിയാൽ മതി. SNDP യോഗം ജനറൽ സെക്രട്ടറി ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട ഒരു വേദിയിലും ഇപ്പോൾ കാണാറില്ല. അപ്പോൾ ശിവഗിരി മഠവുമായി നിരന്തരം ബന്ധം വയ്ക്കുകയും ശിവഗിരി മഠങ്ങളുടെ കീഴിലുള്ള മഠങ്ങളിൽ പോസ്റ്റിംഗ് കറക്റ്റായിട്ട് വാങ്ങിക്കുകയും അവിടുത്തെ ബാക്കി എല്ലാ കാര്യങ്ങളിലും മീഡിയയിലൂടെയും ബാക്കി പൊതുരംഗത്ത് നിൽക്കുന്നവരുടെ കൂടെയും അവിടുത്തെ ആത്മീയ ആചാര്യന്മാരാണ് ഞങ്ങളാണ് ഇവിടുത്തെ പ്രഗത്ഭന്മാരായ ആത്മീയ ആചാര്യന്മാർ, ഞങ്ങൾ മതത്തിന് അതീതമായ ആത്മീയ ദർശനത്തിൻ്റെ പ്രസക്തിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ പറയുകയും അവിടെ നടന്നത് 95 ഒക്ടോബർ 11 സ്വാമിജിയെ എതിർത്ത അതേ സംഘമാണ് ഇന്ന് ഭരിക്കുന്നത്. ശിവഗിരി മഠത്തിൽ ഞങ്ങൾക്ക് ആർക്കും അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നവരാണ് സാബുവിനെ സഹായിക്കുന്നത്. സാബുവിന് വേണ്ടി അരുൺ ജെറ്റ്ലിയും സോളി സൊറാബ്ജിനും മുഗൾ റോക്കിയും വേണുഗോപാലും കേസ് നടത്തിയപ്പോൾ അതിന് പകരമായി രാജംബാബുവിനെ കൊണ്ട് കേസ് നടത്തിയവരാണ് ഇവിടുത്തെ സ്വാമിമാർ. അപ്പോൾ അതിന് കൂട്ടുനിന്നവർ സാബുവിന് വേണ്ടി വില കൂടിയ വക്കീലന്മാരെ വെച്ചു. ഇതിൻ്റെ പിന്നിൽ സാബുവിനെ സഹായിക്കുന്ന ആരെന്നും സാബുവിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിൻ്റെ കൂടെ ഈ പ്രഗത്ഭന്മാരായ സന്യാസിമാരെ നടിക്കുന്നവരെ കൂടെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. തുടരുക. ശ്രീ സന്തോഷ് കുമാർ, വെള്ളാപ്പള്ളി നടേശൻ്റെ നേരെയാണല്ലോ വിരൽ ചൂണ്ടുന്നത്, തുഷാർ വെള്ളാപ്പള്ളിയുടെ നേരെയാണല്ലോ വിരൽ ചൂണ്ടുന്നത്. ഇപ്പോൾ ബിജു പപ്പൻ വേറൊരു ദിശയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പൊളിറ്റിക്സ് നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇതിനകത്ത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നത്. ബിജു രമേശ് പറയുന്നത് പ്രിയനെ അവിടെ എത്തിച്ചത് തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനുമാണ്, പ്രിയനാണ് കൊല ചെയ്തത് എന്നാണ്. സാബു അതിൻ്റെ ദൃക്സാക്ഷിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ശിവഗിരി മഠവും കുടുംബാംഗങ്ങളും ഒരേപോലെ ആവശ്യപ്പെടുമ്പോൾ വലിയൊരു അന്വേഷണമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയമായും വ്യക്തിപരമായും തിരിച്ചടിയായിരിക്കും. നികേഷ്, ഒരിക്കലുമില്ല. SNDP യോഗത്തിനും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകത്തില്ല. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. ദൈവം സത്യം കണ്ടുപിടിക്കുവാൻ സമയം കണ്ടെത്തും എന്നാണ് പറയുന്നത്. ഇവിടെ സംഭവിച്ചത് ബഹുമാന്യായ ശാശ്വതികാനന്ദ സ്വാമിജിയുടെ ജലസമാധി നടന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സന്യാസിമാരാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് സ്വാമിയെ കീറുമുറിക്കരുതെന്ന് ആവശ്യപ്പെട്ടത്. അവർ ഏകപക്ഷീയമായി എഴുതി കൊടുത്തു. അതിനുശേഷം SNDP യോഗത്തിന്റെ ആവശ്യപ്രകാരമാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തയ്യാറായത്. അങ്ങനെ DYSPയുടെ റിക്വസ്റ്റ് കൊടുത്തിട്ട് സർക്കാർ ആശുപത്രിയിലെ ഒരു ലേഡി ഡോക്ടർ വന്നാണ് ശിവഗിരി അദ്വൈതാശ്രമത്തിൽ ഒരു മുറി തയ്യാറാക്കി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. സ്വാമിജിയുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം എല്ലാ ഓർഗൻസും കെമിക്കൽ എക്സാമിനേഷൻ അയക്കുകയും അതിന്റെ റിസൾട്ട് വരികയും ചെയ്തിട്ടുണ്ട്. എനിക്ക് അക്കാര്യത്തിൽ CPS ശ്രീധരൻപിള്ള ഒട്ടേറെ ക്രിമിനൽ കേസുകൾ കണ്ടിട്ടുള്ളയാളും അത് വാദിച്ചിട്ടുള്ളയാളും കോടതി നടപടികൾ ശ്രദ്ധിച്ചിട്ടുള്ളയാളുമാണല്ലോ താങ്കൾ. ഇന്നേ വരെ കേട്ടിട്ടില്ല ഈ പോസ്റ്റ്മോർട്ടം അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തുക, അല്ലെങ്കിൽ എവിടെയാണോ മരണം നടന്നിട്ടുള്ളത് അവിടെ വെച്ച് നടത്തുക എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു കൊലപാതകം ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വെടിയേറ്റ് മരിച്ചു എന്നിരിക്കട്ടെ, ജൻപത് 10-ലോ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തോ ഒന്നും വച്ചായിരിക്കില്ല നടത്തുക, AMSലേക്ക് കൊണ്ടുപോകണം. ഇവിടെ ശാശ്വതീകാനന്ദ സ്വാമികൾക്ക് വേണ്ടി അദ്വൈതാശ്രമത്തിൽ വെച്ച് ഈ ഫോറൻസിക് പരിശോധകർ വന്ന്, ഫോറൻസിക് പരിശോധകർ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്, പോസ്റ്റ്മോർട്ടം നടത്തുന്നത് എത്ര കണ്ട് നിയമപരമായി ശരിയാണ്, അത് എത്ര കണ്ട് നിയമപരമായി നിലനിൽക്കും? പക്ഷേ ഇൻക്വസ്റ്റ് നടത്തും. അപ്പോൾ ഇൻക്വസ്റ്റിലെ സംശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുക. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഫെസിലിറ്റീസ് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഡെഡ് ബോഡി നമുക്ക് ഒരുപാട് ഇന്ദിരാഗാന്ധി പോസ്റ്റ്മോർട്ടം നടത്തിയ പല സംഭവങ്ങളും അങ്ങനെയുണ്ട്. അപ്പം അതിൻ്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ ഇൻക്വസ്റ്റ് വന്ന സമയത്ത് ഇൻക്വസ്റ്റിൻ്റെ ബേസിൽ ആ സസ്പീഷൻ എങ്ങനെ, എനിക്കത് അറിയില്ല എങ്ങനെ അതിൻ്റെ എഴുതിയിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ 16-ാം കോളത്തിൽ എഴുതും, അതുപോലെ 9-ാമത്തെ കോളം, 12-ാമത്തെ കോളം, ഇങ്ങനെ 3 കോളങ്ങളുണ്ട്. ആ 12-ാമത്തെ കോളത്തിൽ ഇൻക്വസ്റ്റിൽ എഴുതണം എങ്ങനെയാണ് മരിച്ചത്, സംശയിക്കുന്നത് എങ്ങനെ, സസ്പെക്റ്റഡ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ വന്നു. 16-ാം കോളത്തിൽ പൊതു അഭിപ്രായം അവിടെ ഉള്ള ആളുകളുടെ എല്ലാം ബന്ധുക്കളോ എല്ലാവരുടെയും അഭിപ്രായം എഴുതണം. ഇങ്ങനെയാണ് അതിൻ്റെ ആ പ്രോസസ്സിൽ വലിയ സംശയമൊന്നുമില്ല എന്നുള്ള നിലക്കാണ് അവിടെ വന്നിട്ടുള്ളതെങ്കിൽ പിന്നെ പോസ്റ്റ്മോർട്ടം ഇൻസിസ്റ്റ് ചെയ്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു SNDP അത് ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അവർ ആവശ്യപ്പെട്ടപ്പോൾ SNDPയോട് ബന്ധപ്പെട്ട ഒന്നാണെങ്കിൽ
അവർ നിർബന്ധിക്കുമോ വെള്ളാപ്പള്ളി അങ്ങനെ വന്നാൽ? സാഹചര്യത്തിലുള്ള ഞാൻ ചോദിക്കുന്നത്, എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. ഏതായാലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ട്. നികേഷ്, ഞാനിപ്പോൾ അതിൽ ഒരു കാര്യം പറയാം. അതിന് സാങ്കേതികമായിട്ട് ബാൻ ചെയ്തിട്ടൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം എവിടെ അതിന്റെ നിയമവശങ്ങൾ സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ശ്രീ സന്തോഷ് കുമാർ, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ആയിരുന്നില്ല പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചത്. മാത്രമല്ല, ഈ അപകടം സംഭവിച്ചതിന് ശേഷം തൊട്ടടുത്തൊരു സ്വകാര്യ ആശുപത്രി ഉണ്ടായിരുന്നു, അവിടെ പോയി ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. സാങ്കേതികമായി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തിരികെ ആലുവയിലെ അദ്വൈതാശ്രമത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു നെഗ്ലിജൻസോ അല്ലെങ്കിൽ ബോധപൂർവമായ നെഗ്ലിജൻസോ അവിടെ ഉണ്ടായിരുന്നു, ഒന്ന്. രണ്ട്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിനെ സംബന്ധിച്ച് പരമാവധി ഒഴിവാക്കാനും അല്ലെങ്കിൽ അവിടെ അദ്വൈതാശ്രമത്തിൽ നടന്ന അതിൻ്റെ സ്വാധീന വലയത്തിൽ അത് തീർക്കാനും ശ്രമം നടന്നിരുന്നു എന്നുള്ളത് സംശയത്തിനിടവരുത്തുന്നു. അവിടെ ഉണ്ടായിരുന്നവരും അവിടെ അതിന് കാർമ്മികത്വം വഹിച്ചവരും ഒക്കെ ആയിരുന്നു അതിൻ്റെ കാരണക്കാർ. നികേഷേ, അവിടെ ഇതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. സൂക്ഷ്മാനന്ദ സ്വാമി ഉൾപ്പെടെ എല്ലാ സ്വാമിമാരും അവിടെ സന്നിഹിതരായിരുന്നു. അവിടെ ഒരു മീറ്റിംഗ് നടക്കേണ്ടതാണ്. ആലുവ SNDP യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ MN സോമൻ, അദ്ദേഹം ഇന്ന് യോഗം പ്രസിഡന്റാണ്. അങ്ങനെയുള്ള നിരവധി ആളുകൾ അവിടെ ഉണ്ട് ഓൾറെഡി. അദ്ദേഹത്തിന് സ്വാമിയുടെ ശരീരം കീറി മുറിക്കാൻ പാടില്ല, പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് പറഞ്ഞത് സന്യാസിമാരാണ്, മറ്റാരുമല്ല. ഇപ്പോൾ തന്നെ ഇന്ന് 96 വയസ്സുള്ള അഭിവന്ദ്യനായ പ്രകാശാനന്ദ സ്വാമി, ഇന്ന് അന്വേഷണം വേണം, അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു എന്ന് പറയുന്ന അഭിവന്ദ്യനായ സ്വാമിയോട് എനിക്കൊരു ചോദ്യം. ഇദ്ദേഹം ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് പൊളിറ്റിക്സ് എന്താണ്? SNDP യോഗവും ധർമ്മസംഘവും ഒന്നായിരുന്നു സ്വാശ്വതികാനന്ദ സ്വാമിയുടെ കാലത്ത്. ശിവഗിരിയുടെ മണ്ണിൽ പോലീസ് ബൂട്ട്സിട്ട് ചവിട്ടി സന്യാസി ശ്രേഷ്ഠന്മാരെ തല്ലിച്ചതച്ചപ്പോൾ നേതാവില്ലാത്ത സമുദായമെന്ന് AK ആന്റണി അപമാനിച്ച ഈഴവ സമുദായത്തിന് ഒരു നേതാവിനെ ഉണ്ടാക്കിയത് ബഹുമാന്യനായ സ്വാശ്വതികാനന്ദ സ്വാമിയാണ്. ചേർത്തലക്കാരനായ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ സാരഥിയായി അതിന്റെ മുഴുവൻ അനുഗ്രഹവും അതിന്റെ ആശീർവാദവും സ്വാശ്വതികാനന്ദ സ്വാമിയുടേതാണ്. കോട്ടയത്ത് നടന്ന ഒരു യൂത്ത് മൂവ്മെന്റ് മീറ്റിംഗിൽ വെച്ച് സ്വാശ്വതികാനന്ദ സ്വാമിയാണ് ബഹുമാനപ്പെട്ട തുഷാർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ശ്രീ സന്തോഷ് കുമാർ. ഒരിക്കൽ കൂടി ഡോക്ടർ ബിജു രമേശ്, വെള്ളാപ്പള്ളി എന്ന ഒരു സംശയത്തിലേക്കാണല്ലോ താങ്കൾ യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുകയാണ്. ആ ആരോപണത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ലല്ല ബിജു രമേശ്, ഞാനൊന്ന് എന്നെ യോഗത്തിനെതിരായിട്ടുള്ള ആരോപണമൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ശ്രീ വിദ്യാസാഗറാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന്, പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്ന് പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളി നടേശനുമാണെന്നാണ് വിദ്യാസാഗർ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെതിരായിരുന്നു. വിദ്യാസാഗറാണ് വന്നിട്ട് നിയമപ്രശ്നം ഉണ്ടാകും. ഒരു വിലയില്ലാത്ത മനുഷ്യനാണ് അയാള്. ചുമ്മാ അപ്പൊ എന്റെ വാക്ക് താങ്കൾ വിലക്കെടുക്കണ്ട. ഇത് വിദ്യാസാഗർ എന്നോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ജീവിച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹം ചോദിക്കട്ടെ. അതിനുശേഷം ആണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയത്. രണ്ടാമതായിട്ട് ഈ പറയപ്പെടുന്ന സ്വാമിയുടെ ബിജു രമേശിന്റെ വാക്കുകൾ തള്ളിക്കളയും. സന്തോഷ് കുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് അവസരങ്ങൾ ഉണ്ട് ഇനിയും. പക്ഷെ പഴയ ചരിത്രത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ വെറുതെ സമയം കളയുകയാണ് എന്നൊരു തോന്നലുണ്ടാകും. ഇവിടെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നാൽ താങ്കൾക്ക് നിശ്ചയമായും സമയം തരും. ഇവിടെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ശാശ്വതികാനന്ദയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ്. അത് നേരിട്ടറിയുന്നവരാണ് അതേക്കുറിച്ച് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചോ SNDP യോഗത്തെക്കുറിച്ചോ പരാമർശങ്ങൾ ഉയർന്നാൽ തീർച്ചയായും താങ്കൾക്ക് അത് പ്രതിരോധിക്കാനുള്ള സമയം തരും. ബിജു രമേശ് തുടരുക. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് നേരിട്ട് വിരൽ ചൂണ്ടുന്നു? ഇപ്പോ ബിജു പപ്പം പറയുന്നത് വേറൊരു ദിശയിലേക്കാണ്. ഈ ബിജു പപ്പൻ പറഞ്ഞതിൽ എനിക്ക് ഇതുണ്ട് കാര്യം. ഈ ശുപാർശയ്ക്ക് പോയ വ്യക്തിയുടെ കൂടെ 1-2 ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു ബിജു പപ്പനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബിജു പപ്പൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമായിരുന്നു. 1-2 ഉദ്യോഗസ്ഥരെ കാണാനായിട്ട് ഈ സാബുവിനെതിരെ ചോദ്യം ചെയ്യുന്നതിനെതിരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നുണപരിശോധനയ്ക്ക് ഒഴിവാക്കണമെന്ന് ശുപാർശയ്ക്ക് പോയവരിൽ ബിജു പപ്പനും ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ വസ്തുത ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. രണ്ടാമത്, ഈ പറയപ്പെടുന്ന ഇത് ധർണ നടത്തിയതിന് ശേഷമാണ് ഈ പ്രിയൻ എന്ന് പറയുന്ന 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശിവഗിരിയുടെ സന്യാസിമാരും ഉണ്ടായിരുന്നു. 10-12 സന്യാസിമാരും
ഞങ്ങൾ ഒരു ദിവസം ഉപവാസം ഇരുന്നു. ഏകദേശം 1500-2000 ആൾക്കാരുണ്ടായിരുന്നു. വലിയൊരു പന്തൽ കെട്ടി അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴാണ് ഒരു പ്രിയൻ എന്ന് പറയുന്ന ആൾ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഒരു ഹോട്ടലിൽ വരികയും അവിടുത്തെ മാനേജർ എന്നെ വിളിച്ച് ഫോണിലൂടെ കണക്ട് ചെയ്തു. ഞാൻ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ചോദിച്ചു, ഞാൻ താങ്കളെ എന്ത് ഉപദ്രവിക്കാനാണ്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് സാറ് ഇങ്ങനെ കേസിന് നിരാഹാരം അവിടെ ഉപവാസവും പരാതികളും കൊടുത്തു എന്നറിഞ്ഞു. അങ്ങനെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഞാൻ കേസിൽ പ്രതിയായി ഇപ്പോൾ തന്നെ ഒരു കേസിൽ ജീവപര്യന്തം കഴിഞ്ഞിട്ടാണ് പ്രവീൺ വധക്കേസിൽ എന്നെ പുറത്തു വിട്ടതേ ഉള്ളൂ. ഇനിയൊരു കേസ് കൂടെ വന്നാൽ ഞാൻ ഇതായിപ്പോവും, ഞാനാണ് സ്വാമിയെ കൊന്നത് എന്ന് വളരെ വ്യക്തമാക്കി പറയുകയാണ്. ഞാൻ ചോദിച്ചു, താങ്കൾ സ്വാമിയെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? താങ്കൾക്ക് സ്വാമിയുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, ശ്രീ വെള്ളാപ്പള്ളി നടേശന് വേണ്ടിയാണ് ഞാൻ സ്വാമിയെ കൊന്നത് എന്ന് പ്രിയൻ എന്നോട് പറയുന്നുണ്ട്. എനിക്ക് പിന്നെയും അതൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്തുകൊണ്ട് എന്നോട് ഇന്നാർക്ക് വേണ്ടിയാണ് കൊന്നത് എന്ന് ഈ പ്രിയൻ പറയുന്നത്? ഈ പ്രിയനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പ്രിയൻ വെള്ളാപ്പള്ളി നടേശന്റെ സഹോദരി പുത്രനായ അറക്കത്ര സന്തോഷിന്റെ ജീവനക്കാരനാണ്. അതിനു മുമ്പും ഇപ്പോഴും അറക്കത്ര സന്തോഷിന്റെ കൂടെ തന്നെയാണ് പ്രിയൻ ഉള്ളത്. ഈ ഡോക്ടർ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കളുടെ മറുപടി എന്താണ്? ഒന്ന്, സാബുവിനെ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ശുപാർശയുമായി ചില ഓഫീസർമാരുടെ അടുത്തേക്ക് താങ്കൾ പോയിട്ടുണ്ട്. എന്തിന്? 2, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. എവിടെ പോയി ഈ പ്രിയൻ? എവിടെ പോയി പ്രവീൺ? അല്ല, എവിടെ പോയി സാബു? എവിടെ പോയി സുഭാഷ്? ഈ സാബുവിന് വേണ്ടി റെക്കമെൻഡേഷനുമായി ഞാൻ ഒരു ഉദ്യോഗസ്ഥനെയും കാണാൻ പോയിട്ടില്ല. ഏതെങ്കിലും ഒരു ഞാൻ ഈ സാബുവിന് വേണ്ടി റെക്കമെൻഡേഷനുമായി ഒരു ഉദ്യോഗസ്ഥനെയും കാണാൻ പോയിട്ടില്ല. എങ്കിൽ ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥൻ്റെ പേര് പറയണം. ആ ഉദ്യോഗസ്ഥനെ ഞാൻ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് വ്യക്തമാക്കണം. ഇന്ന ഉദ്യോഗസ്ഥനെയാണ് ബിജു പപ്പൻ പോയി കണ്ടെന്ന് പറയണം. സാധാരണ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇന്ന ആളുകളുടെ പേരെടുത്ത് പറയണം. ബിജു പപ്പൻ സാബുവിന് വേണ്ടി ഇന്ന ഉദ്യോഗസ്ഥനെ പോയി കണ്ടു. ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിക്കാമല്ലോ, ബിജു പപ്പൻ വന്ന് കണ്ടിട്ടുണ്ടോ? സാബുവിന് വേണ്ടിയെന്നല്ല, ശാശ്വതീകാനന്ദ സ്വാമികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാബുവിനെ സഹായിക്കുന്ന ആളുകളെ ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. സാബുവിനെ എന്തിനു വേണ്ടിയാണ് അവർ സഹായിക്കുന്നത്? സാബുവിന് എന്തിനു വേണ്ടിയാണ് അവർ സാമ്പത്തികം കൊടുക്കുന്നത്? സാബുവിന് എന്തിനു വേണ്ടിയാണ് അവർ ജോലി കൊടുക്കുന്നത്? സാബുവിന് എന്തിനു വേണ്ടിയാണ് സ്വാമിജിയുടെ സമാധി കഴിഞ്ഞ ഉടനെ ശിവഗിരി മഠത്തിലേക്ക് വിട്ടത്? ശിവഗിരി മഠത്തിൽ വരുന്നവരെല്ലാം സാബുവിനെ അന്വേഷിക്കുന്നുണ്ട്, സ്വാമിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിജിയുടെ സമാധി ശിവഗിരി കുന്നിൽ വരുന്ന സമയത്ത് തൊട്ട് അവിടെ അസ്വസ്ഥത തുടങ്ങിയാണ്. ആ ശിവഗിരി കുന്നിൽ ആകെ 3 മാധ്യമങ്ങളെ കാണാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല നല്ല നിലയിൽ പോവുകയാണ്. പ്രിയൻ വെക്കുന്ന വീട് ഇപ്പോൾ കണ്ടല്ലോ ടെലിവിഷൻ ദൃശ്യങ്ങളിൽ. നല്ല നിലയിൽ പ്രിയനും എത്തി. എല്ലാവരും നല്ല നിലയിൽ എത്തണം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടവർ മാത്രം നല്ല നിലയിൽ എത്തുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അതിലൊക്കെ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഈ സ്വാമിയുടെ ശരീരം ഈ ശിവഗിരിയിലേക്ക് വരുന്ന സമയത്ത് സ്വാമി അതിനു മുമ്പ് താമസിച്ച മുട്ടടയിലുള്ള വസതിയിലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ നേരെ വന്നത് മുട്ടടയിലുള്ള വസതിയിൽ വരികയും സ്വാമിയുടെ കംപ്ലീറ്റ് ഉള്ള റെക്കോർഡ്സ് അവിടെ ഉണ്ട്, സൂക്ഷിച്ചിരുന്ന കംപ്ലീറ്റ് റെക്കോർഡ്സും അലമാര തുറന്ന് ബോഡി ശിവഗിരിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം എത്തിയത് മുട്ടടയിൽ വന്നിട്ട് കംപ്ലീറ്റ് റെക്കോർഡ്സും അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ഡിക്കിയിൽ കയറ്റി പോകുന്ന സമയത്ത് മുട്ടട ശാഖാ സെക്രട്ടറി ആയിരിക്കുന്ന പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീ പട്ടം രമേശൻ അവിടെ എത്തുകയും സ്വാമി മരിച്ചു എന്ന് ബന്ധപ്പെട്ട് അവിടെ എത്തുകയും അവരവിടെ എത്തുമ്പോൾ ഈ വെള്ളാപ്പള്ളി അവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ടാണ് അവരവിടെ എത്തിയത് നോക്കുമ്പോൾ കംപ്ലീറ്റ് റെക്കോർഡ്സും എടുത്ത അലമാരയിൽ നിന്ന് അകത്ത് കയറ്റുന്നതാണ് അവർ കണ്ടത്. വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനും ഒരു ദുരൂഹത നമുക്ക് സംശയിക്കുന്നില്ലേ? ഒരു സന്യാസി മരിച്ചു, അല്ലെ വളരെ ഒരാൾ മരിച്ചു, അദ്ദേഹം താമസിക്കുന്ന വസതിയിലേക്ക് നേരെ പോകുന്നു, അവിടുത്തെ റെക്കോർഡ്സുകൾ കംപ്ലീറ്റ് വണ്ടിയിൽ കയറ്റി അതുമായി നൽകുകയാണ് എന്ന് മനസ്സിലാക്കി. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതല്ല, ചിലരെ നല്ല നിലയിൽ എത്തിയിരിക്കുന്നു, അതിന്റെ കാരണം എന്താണ് എന്ന് സംബന്ധിച്ച് ഒരു അന്വേഷണം വേണോ വേഗത്തിൽ? തീർച്ചയായിട്ടും വേണം. ഇതിന് സാമ്പത്തിക ഇവർക്കെല്ലാം ഇതുമായി പങ്ക് ഉള്ളവർക്കെല്ലാം തന്നെ സമ്പത്ത് പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എൻ്റെ അടുത്ത് DYSP ഷാജി ആ സമയത്തായിട്ടൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നതിലേക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിൽ പറയുന്നുണ്ടായിരുന്നു, ഈ പ്രിയൻ ഹൈക്കോടതിയിൽ രാമൻപിള്ള എന്ന അഡ്വക്കേറ്റിനെ വെച്ചാണ് വാദിച്ചത്. രാമൻപിള്ളയ്ക്ക് 10 ലക്ഷം രൂപയാണ് ഫീസ് നൽകിയത്, വെള്ളാപ്പള്ളി നടേശനാണ് നൽകി സഹായിച്ചത്.
എനിക്ക് ഫീസ് നൽകാനായിട്ട് ആരും കഴിയില്ല, നല്ല വക്കീലിനെ വെക്കാനും എനിക്ക് കഴിയില്ല, എൻ്റെ വസ്തുക്കളെല്ലാം ഗവൺമെൻറ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, ഈ സാഹചര്യത്തിൽ എന്നെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നു. അപ്പോൾ അവിടെയും പ്രിയന് 10 ലക്ഷം രൂപ നൽകി സഹായിച്ചത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് ശ്രീ ഡിവൈഎസ്പി ഷാജി എഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കേസ് അതിനുള്ള കമ്മിറ്റ്മെന്റ് എന്താണ്? അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സ്വാമിയുടെ മരണവുമായി എല്ലാം ബന്ധപ്പെട്ട് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നു. അതിനുശേഷം അവരെ മറ്റെല്ലാ രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട കൊലയാളികളെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സഹായിക്കുന്നു. ഇല്ല, പ്രിയനെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് പ്രിയനെ കാണാതിരിക്കുക? പ്രിയൻ അവിടെ ഈ പറയപ്പെടുന്ന ബിജുപപ്പനൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന വ്യക്തിയല്ലേ? അദ്ദേഹത്തോട് ഇതുവരെയും ഒന്നും ചോദിച്ചിട്ടില്ല എന്തായാലും സംഭവിച്ചതെന്ന്. ബിജു രമേശ് എന്തോ ചോദിച്ചതാണ് ബിജു പപ്പനോടല്ലേ? അതെ, സാബുവിനെ സ്വാമിയുടെ കൂടെ സന്തത സഹചാരിയും സ്വാമിയുടെ ഒപ്പം നിഴൽ പോലെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ സാബുവിനെ ബിജു പപ്പന് വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തോട് ബിജു പപ്പൻ ചോദിച്ചിട്ടുണ്ടോ എന്തായിരുന്നു സംഭവിച്ചതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. സാബുവിനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ, ഞാൻ ഉൾപ്പെടെയുള്ള യുവജനവേദിയുടെ പ്രവർത്തകർ ചോദിച്ചപ്പോൾ, സ്വാമിജി മുങ്ങി കുളിച്ചതിന് ശേഷം കരയിൽ കയറി വന്നു, PS സോപ്പ് വാങ്ങിച്ചു, ശരീരത്തിൽ മൊത്തം സോപ്പ് തേച്ചതിന് ശേഷം തിരിച്ച് വെള്ളത്തിലിറങ്ങി. വെള്ളത്തിൽ കയറി സാധാരണ ഒരാൾ മുങ്ങിയതിന് ശേഷം പൊങ്ങി വരാനുള്ള ഒരു സമയം, അത് കഴിഞ്ഞും സ്വാമി പൊങ്ങി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഉറച്ച് വിളിച്ച് ആൾക്കാരെ വരുത്തിയെന്നാണ്. പക്ഷെ ബിജു പപ്പൻ അത് കേട്ട് വിശ്വസിച്ച് വീട്ടിൽ പോയോ? ശാശ്വതീകാനന്ദ സ്വാമി ജീവിതം നൽകിയവരാണല്ലോ നിങ്ങൾ കുറേ യുവാക്കൾ. അത് കേട്ട് വിശ്വസിച്ചില്ലല്ലോ. ഈ 85 വയസ്സ്, അന്ന് 85 വയസ്സുള്ള പ്രകാശാനന്ദ പറയുന്നത് അങ്ങനെ കൽക്കെട്ടിനുള്ളിൽ കിടക്കാൻ ഒരു സാധ്യതയുമില്ല. അതെനിക്ക് അന്നും തോന്നിയിരുന്നു, ഇന്നും ഞാൻ പറയും എനിക്കാരെയും പേടിയില്ല എന്ന്. എനിക്കാരെയും പേടിയില്ല എന്ന് കൂടി പ്രകാശാനന്ദ ഇപ്പോഴും പറയുകയാണ്. എന്താണ് അതിന്റെ കാരണം? അവിടെ കൽക്കെട്ടില്ല, അവിടെ പടിയാണ്. പടി കഴിഞ്ഞാൽ മണലാണ്. സ്വാമിജി മണലിലാണ്. ആ മണൽത്തട്ട് ഞങ്ങൾ ഇറങ്ങി പരിശോധിച്ചതാണ്. വളരെ അവിടെ കുഴികളൊന്നുമില്ലാതെ വളരെ ഒരേ ലെവലിൽ കിടക്കുന്ന മണൽത്തട്ടാണ്. ആ സ്വാമിജി മുങ്ങിയ സ്ഥലത്ത് തന്നെ സ്വാമിജി ഉണ്ടായിരുന്നു. സ്വാമിജിയെ എടുത്ത ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, അവരുമായി ചർച്ച ചെയ്യാം. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥരുമായി കണ്ടതാണ്. അവിടെയുള്ള മുഴുവൻ പ്രവർത്തകരെയും അന്ന് കൂടിയ ഓരോ ആൾക്കാരെയും ശാന്തി ഉൾപ്പെടെ അവിടെ നടന്ന ഓരോ കാര്യങ്ങളും സ്വാമിജി ഇറങ്ങിയപ്പോൾ സ്വാമിജിയുടെ കൂടെ ആരിപ്പോയി. അവിടെ പടിക്കെട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഇടതുഭാഗവും വലതുഭാഗത്തും മുകളിൽ നിൽക്കുന്ന ആർക്കും കാണാം. അവിടെ ആരെങ്കിലും നിന്നാൽ ആർക്കും കാണാം. സാബുവിന് മാത്രമേ അറിയാവൂ അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. സാബുവിന് നുണപരിശോധനയ്ക്ക് സാബു സ്വയം വന്ന് ഞാൻ നുണപരിശോധനയ്ക്ക് വിധേയമാകാമെന്ന് പറഞ്ഞാൽ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമാവും. തുടരുക. ശ്രീമതി ശാന്ത, ഇവിടെ ബിജു പപ്പൻ പറയുന്നത് അവിടെ കൽക്കെട്ടില്ല എന്നാണ്. പാറയുടെ ഇടയിൽ നിന്നാണ് ശവം കിട്ടിയത്. വെള്ളം കുടിച്ച് മരിച്ചതാണെങ്കിൽ ഒഴുകി പോകണം, അങ്ങനെ ഒഴുകിപ്പോയിട്ടില്ല. അതിൻ്റെ അടുത്ത് തന്നെയാണ് ശവശരീരം ഉണ്ടായിരുന്നത് എന്നാണ് പ്രകാശാനന്ദ പറയുന്നത്. ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല. ശ്രീ ബിജു രമേശ്, ദുരൂഹത തോന്നുന്നുണ്ടോ ഇതിനകത്ത്? എന്തായാലും ഈ മരണത്തിൻ്റെ ഒരു വസ്തുത കണ്ടെത്തുന്നതിന് വേണ്ടി, സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പുനരന്വേഷണം, അത് സംബന്ധിച്ച് എല്ലാവരും അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ആ അന്വേഷണത്തിലും എന്ത് സാധ്യത? നോക്കൂ, ഇവിടെ സംസാരിച്ചവരെല്ലാം തന്നെയും വ്യത്യസ്തമായ സമീപനങ്ങൾ വെച്ച് പുലർത്തുന്നു. ഇന്നതാണ് സംഭവിച്ചതെന്ന് പറയുന്നു, ഇന്നതാണ് കുരുടൻ ആനയെ കണ്ടതുപോലെ എന്ന് പറയില്ലേ, അത് തന്നെയാണ് എക്സാക്ട്ലി ഇവിടെ നടക്കുന്നത്. അതിനകത്തൊരു കാര്യം സ്വാമി പലപ്പോഴും സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്വാമി സോപ്പ് ഉപയോഗിക്കാറില്ല എന്ന്. അപ്പോൾ ഈ സോപ്പ് സ്വാമി പയറുപൊടി ഉപയോഗിക്കും. ഇതിൻ്റെ പയറുപൊടി ഇല്ലെങ്കിൽ സ്വാമി വെറുതെ വെള്ളത്തിൽ കുളിച്ചിട്ട് പോരാറേ ഉള്ളൂ. സ്വാമി ഒരിക്കലും ജീവിതത്തിൽ ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാറുമില്ല എന്ന് സ്വാമി ഒരിക്കലും സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്വാമി പിയേഴ് സോപ്പ് വാങ്ങിച്ച് തേച്ച് കുളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന് കാര്യം വെള്ളത്തിലിറങ്ങി കുളിച്ചാൽ സോപ്പില്ലെങ്കിൽ, അപ്പോൾ സോപ്പില്ല പയറുപൊടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പറഞ്ഞ് വെറുതെ വെള്ളം ഒഴിച്ച് ഞാൻ കുളിക്കാറേ ഉള്ളൂ എന്ന് പറയുന്ന സ്വാമി പിയേഴ്സ് തേച്ച് കുളിച്ചു എന്ന് പറയുന്നതിൽ തന്നെ സാബു പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട്. രണ്ടാമതായിട്ട് സ്വാമി ഈ വെള്ളത്തിൽ മുങ്ങി മരിച്ച സ്വാമിയുടെ ഈ രക്തം എങ്ങനെയാണ് പടിയിൽ തളം കെട്ടി കിടന്നത്?
സ്വാമിയുടെ ബോഡി എടുത്തിട്ടില്ല. ബോഡി വെള്ളത്തിൽ മുങ്ങി കിടക്കേണ്ട, എവിടെ പോയി എന്ന ആൾക്കാർ കണ്ടെത്തിയിട്ടില്ല. ആ സമയത്ത് തന്നെ അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നു. ആ രക്തം തന്നെയാണ് ചെവരിൽ കൈപ്പത്തിയായിട്ട് ആരോ ഈ കയ്യിൽ രക്തം മുങ്ങിയ കൈ കൊണ്ട് ചെവരിൽ പിടിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ അടിച്ച് പൊട്ടുമ്പോൾ നമ്മൾ അറിയാതെ പിടിച്ചിട്ട് അതുകൊണ്ട് ചെവരിൽ പിടിച്ച പോലെ ഈ രക്തം കയ്യിൽ പിഴണ്ട ഇതായിട്ട് ചെവരിൽ പിടിച്ചിരിക്കുന്ന പാട് അന്ന് ചാനലുകളിലും എല്ലാം കണ്ടതാണ്, എല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്, അത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടാമതുണ്ടായ ഫോറൻസിക് റിപ്പോർട്ടിൽ സ്വാമിയുടെ രക്തമാണെന്ന് വരികയും ചെയ്തു. അപ്പോൾ സ്വാമി മരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമിയുടെ രക്തം ചിവരിലും തറയിലുമായി തളം കെട്ടി കിടന്നു എന്ന് പറയുമ്പോൾ ആ കൊലപാതകം അവിടെ കരയിൽ വെച്ച് നടന്നു എന്നുള്ളതിൻ്റെ ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ലങ്സിൽ വെള്ളമില്ലാതിരുന്നു എന്നുള്ള പറയുന്നത്. കാരണം പുറത്തെടുത്ത് പിതുക്കി നോക്കിയിട്ട് പോലും ലങ്സിലോ വയറ്റിലോ വെള്ളം കുടിച്ചല്ല സ്വാമി മരിച്ചത് എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മരണമല്ല, ഇവിടെ ഒരു പുനരന്വേഷണ സാധ്യത എത്രത്തോളമാണ്? കൂടുതൽ തെളിവ് ലഭിക്കുകയാണെങ്കിൽ പുനരന്വേഷണത്തിന് ശ്രമിക്കാം എന്ന നിലയിലൊരു നിസ്സംഗതയോടുകൂടിയുള്ള ഒരു മറുപടിയാണ് ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടാകുന്നത്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന്, സർക്കാർ അന്വേഷിച്ചിട്ട് അവർക്ക് തെളിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവ് വരട്ടെ. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന വ്യക്തികൾക്കും 173(8) പ്രകാരം വ്യക്തികൾക്കും അതിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ കൊടുക്കാം. 173 സർക്കാർ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞുള്ള റൂളിംഗ് ഇപ്പോൾ ഇല്ല. ആ റൂളിംഗ് വ്യത്യസ്തമായ വിധികൾ പണ്ടങ്ങനായിരുന്നു. അപ്പോൾ ഇതിൽ പോകാം, അത്തരം ആളുകൾ പോകുകയല്ലേ. ഇത് എനിക്കുള്ള എൻ്റെ ഒരൊറ്റ ആക്ഷേപം, ഈ ഒരു മൂന്നാം ചേരി ഉണ്ടാകുന്ന നിമിഷം നോക്കിയിട്ട് ഇങ്ങനെ ആ ഒരു മനുഷ്യനെ വേട്ടയാടുക, അയാൾ അഴിമതിക്കാരനാണ്, പിന്നെ മറ്റേ കൈക്കൂലി വാങ്ങുന്നു, കോഴ വാങ്ങുന്നു, അപ്പോയിൻമെൻറ്റ് വാങ്ങുന്നു, ഇപ്പോൾ അവസാനം ഇതാകുന്നു. ഈ സമീപനം സാക്ഷര കേരളത്തിന് ഒരിക്കലും ഗുണകരമല്ല. ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോരുകയാണ്. അവർ കേരളത്തിലെ ശക്തമായ പാർട്ടിയാണ്, അവരിത് ചെയ്യുന്നു. എൻ്റെ പ്രതിഷേധം അതിനോടാണ്. മറ്റേതാർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ കൊടുക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക്. ശരി, ശ്രീ സന്തോഷ് കുമാർ, BJPയുടെ ഒരു ഫീൽ ഗുഡ് ഫാക്ട് ഉണ്ടായിരുന്നു അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം. കുറേ നല്ല ചെറുപ്പക്കാർ ആ പാർട്ടിയിലുണ്ട് എന്ന് തോന്നൽ, വേണമെങ്കിൽ ഒരിക്കൽ നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നൽ, അതെല്ലാം SNDP ഒറ്റയടിക്ക് നശിപ്പിച്ച് കളഞ്ഞല്ലോ. SNDP നശിപ്പിച്ച് കളയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ശാശ്വത സ്വാമിയുടെ കാര്യമല്ല ചർച്ച ചെയ്യുന്നത്. SNDPയോ അതിൻ്റെതായ തനതായ SNDPയോ എന്ന് പറയുന്നത് നികേഷ ഈ രാജ്യത്തെ ആദ്യത്തെ സംഘടനയാണ് കേരളത്തിലെ. ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടെ മറ്റു സംഘടന ഉണ്ടായത്. അപ്പോൾ അതാദ്യം താങ്കൾ മനസ്സിലാക്കുക. ഇവിടെ ആദ്യം പൊളിറ്റിക്കൽ മൂവ്മെന്റ് നടത്തുന്നത് SNDP ആണ്. ഇപ്പോൾ SNDP യോഗം ദീർഘകാലം, പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ദുഷ്കൃത്യങ്ങൾ കൊണ്ട് ഇപ്പോൾ BJPയും അതിന്റെ പാപഭാരം ഏറ്റു നടക്കുകയാണ്. ഒരിക്കലുമില്ല. നാളെ അഗ്നി പരീക്ഷ നടത്തി SNDP യോഗവും ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും അഗ്നിക്കുള്ളിലൂടെ നടന്ന് അപ്പുറത്ത് കയറും, യാതൊരു സംശയവുമില്ല നികേഷേ. ഇവിടുത്തെ പ്രശ്നം ശാശ്വതികാനന്ദ സ്വാമിയുടെ വിഷയമാണ്. അതിലേക്ക് ഞാൻ വരുന്നത്. 96 വയസ്സുള്ള ബഹുമാന്യനായ ഗുരുസ്വാമി ഇരുന്ന കസേരടിക്കുന്ന പ്രകാശാനന്ദ സ്വാമിക്ക് ഇന്ന് ദുരൂഹതയും സംശയവും ഉണ്ടായതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? അതാണ് എന്റെ ചോദ്യം. SNDP ജനറൽ സെക്രട്ടറിക്കെതിരായി ശ്രീമാൻ ബിജു രമേശ് ആഞ്ഞടിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി പ്രിയം പോയി പറഞ്ഞു, പ്രകാശാനന്ദ സ്വാമിയുടെ രാഷ്ട്രീയം എന്തായിരിക്കും? വളരെ വേഗത്തിൽ ഈ 10 വർഷത്തിന് ശേഷമാണോ ബിജു രമേശ് പറയേണ്ടത്? രാഷ്ട്രീയമുണ്ട്. ഇന്ന് ധർമ്മസംഘവും SNDPയോ ഒന്നായിരുന്നു ശാശ്വതികാനന്ദ സ്വാമി ഉണ്ടായിരുന്നപ്പോൾ. ഇന്നത്തെ ഭരണസംഘം നിന്നപ്പോൾ SNDP ജനറൽ സെക്രട്ടറിയെ ധർമ്മസംഘത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഇന്ന് അതിനെ നിയന്ത്രിക്കുന്നത് ശ്രീമാൻ ബിജു രമേശും ഗോകുലം ഗോപാലനും കിളിമാനു ചന്ദ്രബാബു അടക്കമുള്ള ഒരു ഉപജാപക വൃന്ദമാണ് ഇന്ന് ധർമ്മസംഘത്തെ കൊണ്ടുനടക്കുന്നത്. അങ്ങനെയെങ്കിൽ യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ശിവഗിരി മഠത്തിനുള്ളിലെ ഇതിന്റെ പിന്നിലുള്ള സന്യാസിമാരെ കുറിച്ച് പഠിക്കണം. ശാശ്വതികാനന്ദ സ്വാമിയുടെ സമാധിക്ക് ശേഷം അതിന് ഗുണാനുഭവിക്കുന്ന നിന്നിരിക്കുന്ന സന്യാസിമാരാണ്. അന്ന് പറയാത്തത് ഇന്ന് പറയുന്ന സന്യാസിമാർ ഇപ്പോൾ രാഷ്ട്രീയം കളിക്കുകയാണ് കേരളത്തിൽ. ഒരു വാചകത്തിൽ അതിന് മറുപടി സുധീരന്റെ കയ്യിലെ പാവകളായി മാറിയിരിക്കുകയാണ്. പാവകൾ കളിപ്പാവകൾ. ശിവഗിരി മഠത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ശിവഗിരി മഠം സന്യാസിമാരുടെ ഒരു മഠവും അതിന്റെ ഭരണവും അഡ്മിനിസ്ട്രേഷനും ഒക്കെ സന്യാസിമാരാണ് ചെയ്യുന്നത്. ഞാൻ ആ മഠത്തിൽ യാതൊരു രീതിയിലുള്ള ഔദ്യോഗിക സ്ഥാനത്ത് ഞാനില്ല.
ഈ പറയപ്പെടുന്ന കിളിമാനൂർ ചന്ദ്രബാബു ഒന്നും അവിടെ ഒരു ഔദ്യോഗിക സ്ഥാനത്തും ഇല്ല. ഞങ്ങൾ അവിടുത്തെ ഭരണവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. വെറുതെ വന്നിരുന്ന ശിവഗിരി മഠം എന്ന് പറയുന്നത് ഗുരുദേവൻ ഉണ്ടാക്കിയിട്ടുള്ള സന്യാസിമാർക്ക് മാത്രമേ അതിനകത്ത് അംഗത്വമുള്ളൂ. അവർക്ക് മാത്രം അടങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ് അതിനകത്തുള്ളത്. അവർക്ക് ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് മറ്റ് ആൾക്കാർ ആരുമായും തന്നെ ബന്ധമില്ല. പിന്നെ ശിവഗിരിയിൽ പോകുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ ഏതെങ്കിലും പ്രോഗ്രാംസിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങളാണ് അവിടെ ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. സന്യാസിമാരുടെ ഒരു വലിയൊരു ബോർഡ് തന്നെ ഉണ്ട്. അവരാണ് അവിടെ ഭരണം നടത്തുന്നത്. ആ ഭരണത്തിന്റെ മഠാധിപതിയാണ് പ്രകാശാനന്ദ സ്വാമി. സെക്രട്ടറി ഋതംബരാനന്ദ സ്വാമി ഉണ്ട്. അതിന്റെ ട്രഷറുണ്ട്. എല്ലാ മാനദണ്ഡങ്ങളും അവർ ഭരിക്കുന്നതാണ്. ഞങ്ങളുമായി യാതൊരു ബന്ധവും ശിവഗിരി മഠത്തിലില്ല. ശാന്ത ശാശ്വതികാനന്ദ സ്വാമിയുടെ സഹോദരി ശ്രീധരൻ നായർ, സന്തോഷ് കുമാർ, ബിജു പപ്പൻ, വളരെ നന്ദി എഡിറ്റേഴ്സ് അവറിൽ പങ്കെടുത്തതിന്.